ഗഗൻയാൻ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത മലയാളിയായ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുമായുള്ള വിവാഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ലെന. 2024 ജനുവരി 17-നായിരുന്നു ഇരുവരുടെയും വിവാഹം. രാജ്യത്തിനെന്ന പോലെ എനിക്കും ഇത് അഭിമാന നിമിഷമാണെന്നും ലെന പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ആയിരുന്നു വിവാഹകാര്യം ലെന വെളിപ്പെടുത്തിയത്. ഭർത്താവ് വളരെ രഹസ്യമായ ദേശീയ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ടാണ് വിവാഹകാര്യം വെളിപ്പെടുത്താൻ കഴിയാതിരുന്നതെന്നും ലെന പറയുന്നു. ഗഗൻയാൻ ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് തനിക്കിത് ഇപ്പോൾ പുറത്തു പറയാൻ കഴിയുന്നതെന്നും ലെന പറഞ്ഞു. സ്വകാര്യ ചടങ്ങായി നടന്ന വിവാഹത്തിൻ്റെ ചിത്രങ്ങളും ലെന പങ്കുവച്ചു. ജനുവരിയിൽ വിവാഹിതരായെന്നും ഗഗൻയാൻ ദൗത്യസംഘത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നെന്നുമാണ് താരത്തിൻ്റെ വാക്കുകൾ. ഇതേ വേദിയിൽ ലെനയും എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. തികച്ചും അറേഞ്ച്ഡായ വിവാഹം പരമ്പരാഗത ചടങ്ങിലൂടെയായിരുന്നുവെന്ന് ലെന പറയുന്നു. ഫെബ്രുവരി 27-ന് പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികാ വിങ്ങുകൾ സമ്മാനിച്ചു. ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണെന്ന് ലെന പറഞ്ഞു. വ്യോമസേനയിൽ സുഖോയ് യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. കൂളങ്ങാട്ട് പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണൻ്റെയും മകനായ പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലെ പഠനത്തിന് ശേഷമാണ് വ്യോമസേനയുടെ ഭാഗമാകുന്നത്. പാലക്കാട് അടത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കവെയായിരുന്നു NDA പ്രവേശനം. 1999 ജൂണിൽ വ്യോമസേനയിൽ അംഗമായി. US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് 1-ാം റാങ്കോടെ ബിരുദം നേടി. ഗഗൻയാൻ ദൗത്യത്തിനായി 100 കണക്കിന് പേരെ പ്രാഥമിക ആരോഗ്യ ശാരീരിക പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു. കർശന പരിശോധനകളിൽ മിക്കവരും പരാജയപ്പെട്ടു. തുടർന്നുണ്ടാക്കിയ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് പ്രശാന്ത് ഉൾപ്പെടെ 4 വ്യോമസേനാ പൈലറ്റുമാരെ അന്തിമമായി തിരഞ്ഞെടുത്തത്. 3 വർഷം മുൻപാണ് 4 യാത്രികരെയും ദൗത്യത്തിനായി ISRO തിരഞ്ഞെടുത്തത്. ഏത് പ്രതികൂല സാഹചര്യവും നേരിടുന്നതിനായി 4 പേർക്കും കടുത്ത ശാരീരിക മാനസിക പരിശീലനമാണ് നൽകിയത്. റഷ്യയിലും ഇന്ത്യയിലുമായിട്ടായിരുന്നു പരിശീലനം. ആദ്യഘട്ട പരിശീലനം റഷ്യയിലായിരുന്നു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിൻ്റെ ബഹിരാകാശ കേന്ദ്രത്തിൽ 1.5 വർഷം നീളുന്നതായിരുന്നു ഈ പരിശീലനം. ബാംഗ്ലൂരു പ്രത്യേക കേന്ദ്രത്തിലായിരുന്നു 2-ാം ഘട്ട പരിശീലനം. ISROയ്ക്ക് കീഴിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിലെ പരിശീലനത്തിനൊടുവിലാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ രാജ്യത്തിന് മുൻപാകെ പരിചയപ്പെടുത്തിയത്. അതുവരെ ഇവരുടെ പേരുവിവരങ്ങൾ ISRO രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ഏറ്റവും ഉചിതമായവർ എന്ന നിലയ്ക്കാണ് ദൗത്യത്തിൽ വ്യോമസേനാ പൈലറ്റുമാർക്ക് ഊന്നൽ നൽകിയത്.